ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇത് എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് 2026 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026 എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 2026 വേണ്ടി 2 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ജാനുവരി തൊട്ടിട്ട് മാർച്ച് വരെ സ്റ്റാറിൻ്റെ എനർജിയാണ്. ഏപ്രിൽ തൊട്ടിട്ട് ജൂൺ വരെ 6 സോഡ്സ് ആണ്. ജൂലൈ തൊട്ടിട്ട് സെപ്റ്റംബർ വരെ 5 ഓഫ് കപ്സ്. ഒക്ടോബർ തൊട്ടിട്ട് ഡിസംബർ വരെ കിങ് ഓഫ് സോഡ്സ്. ഔട്ട്കം ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത് എന്താണെന്ന്. പക്ഷേ നിങ്ങൾക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി മാത്രമായിട്ട് എങ്ങനെയായിരിക്കും 2026 അറിയണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ആണ്. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ 2 ഓഫ് കപ്സ് ആണ് ക്യാൻസർ നിങ്ങളുടെ ഓവറോൾ എനർജി. 2 ഓഫ് കപ്സ് ഞാൻ കാണുന്നത് ഒരു ലവ്, റൊമാൻസ്, അതിൻ്റെയൊക്കെ എനർജിയാണ്. ഇമോഷൻസ്, പാർട്ട്ണർഷിപ്പ്. അപ്പോൾ 2026 ഇതിലാണ് കൂടുതൽ ഫോക്കസ് ഉണ്ടാവുക. നിങ്ങളുടെ ക്ലോസസ്റ്റ് റിലേഷൻഷിപ്സ്, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ്. അതല്ല വെച്ചാൽ ഓൾറെഡി നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി, അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിലാണ് നിങ്ങളുടെ കൂടുതൽ എനർജി ഫ്ലോ അവിടേക്കാണ്. നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിലേക്കാണ് നിങ്ങളുടെ എനർജി പോണത്. കിങ് ഓഫ് കപ്സ് ഇവിടെ ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയാണ്. അപ്പോൾ ഇതൊരു കുറേ ഇമോഷണൽ ബാലൻസിൻ്റെ എനർജിയാണ്, ഡിപ്ലോമസിയുടെ എനർജിയാണ്. ആൻഡ് വേൾഡ് എനർജി, ഒരു വലിയ മാറ്റം, അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണ് കൂടുതൽ നിങ്ങൾക്ക് ചേഞ്ചസ് കാണുക. പക്ഷേ ഇതൊരു നല്ല ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു പാസ്റ്റിൻ്റെ സൈക്കിളിനെ ക്ലോസ് ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകണം. അപ്പോൾ ഈ പുതിയ കൊല്ലത്തിൽ ഒരു നല്ല ബിഗിനിങ് മാതിരി ഒരു എനർജി ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി ഒരു സീരിയസ് ലെവലിൽ കൊണ്ടുപോകാനുള്ള പ്ലാൻ ആയിരിക്കാം. അതുമല്ല വെച്ചാൽ ചിലവർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ അതിൻ്റെ ഒരു തീരുമാനം ഇപ്പോൾ മുമ്പോട്ടേക്ക് എന്താ പ്ലാൻ ഉള്ളത്, എന്താ വേണ്ടേ, ഇതിനെ കണ്ടിന്യൂ ചെയ്യണോ, അതല്ല ചെറു പുതിയ റിലേഷൻഷിപ്പാണോ എൻ്റെ ലൈഫിൽ വരാൻ പോണേ, അതൊക്കെ തീരുമാനം നിങ്ങൾ 2026 എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് സ്റ്റാർ എനർജി. ഇത് ഇയറിൻ്റെ തുടക്കത്തിൽ ഞാൻ കാണുന്നത് ഹീലിംഗ് എനർജീസാണ്. അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ അതിൽ കുറേ നിങ്ങൾക്ക് റിലീഫ് കിട്ടും. കുറേ ഒരു എനർജി, ഹീലിംഗിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ റിക്കവർ ചെയ്യും വേഗം. ആദ്യത്തെ 3 മാസത്തിൽ ഹെൽത്ത് വൈസ് നല്ല ഒരു റിക്കവറി എനർജിയാണ് ഞാൻ കാണുന്നത്. ഇമോഷണൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാലും അതിലൊരു റിക്കവറി സ്റ്റേജാണ് ഞാൻ കാണുന്നത്. ഇത് വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയും കൂടിയാണ്. കുറേ ഹോപ്പുള്ള എനർജിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആവുന്നുണ്ട് ആദ്യത്തെ 3 മാസത്തിൽ. ഇത് അക്വേറിയസ് എനർജിയാണ്. അപ്പോൾ ഇതൊരു ഫെബ്രുവരി ആവുമ്പോഴാണ് നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുക. ഹൈ പ്രീസ്റ്റസ്, നിങ്ങളുടെ ഏറ്റവും പറഞ്ഞ ഇതൊരു സീക്രട്ട് വിഷായിരുന്നു. സീക്രട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടും ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഇതുണ്ടാവണം എന്ന്. അങ്ങനെ ഒരു പ്രെയർ ഞാൻ കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ കരിയറിൽ കുറേ നിങ്ങളുടെ ഫോക്കസ് കരിയറിലും ഉണ്ടാവും. ഒരു ബിസി സമയമാണ് ആദ്യത്തെ 3 മാസം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു പുതിയ കോഴ്സ് ഇല്ല വെച്ചാൽ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയതായി പഠിക്കണം, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടെച്ചാൽ ആദ്യത്തെ 3 മാസം അതിന് വേണ്ടിയിട്ട് നല്ല സമയമാണ്. നിങ്ങൾക്ക് അതിൽ കുറേ സക്സസ്സും ഉണ്ടാവും, നിങ്ങൾക്ക് കുറേ നോളജ് കിട്ടും. അപ്പോൾ ഒരു എക്സ്ട്രാ കാർഡ് എടുത്ത് നോക്കാം.
8 ഓഫ് വോൺസ്. അപ്പോൾ ഇവിടെ സക്സസ് ഉണ്ട്. ഓക്കെ, ആദ്യത്തെ 3 മാസം ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സമയമാണ്. ട്രാവലിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ട്രാവൽ ചെയ്യാനുള്ള പ്ലാനും ഉണ്ടാവും. ഇത് ഏപ്രിൽ മെയ് ജൂണിൻ്റെ എനർജിയാണ്. ഇവിടെയും ഞാൻ ട്രാവലിൻ്റെ എനർജിയാണ് കാണുന്നത്. 6 ഓഫ് സോഡ്സ്. ഇത് ഫാമിലിയുടെ കൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു വെച്ചാൽ അടുത്ത 3 മാസം ഏപ്രിൽ മെയ് ജൂണിൽ ഒരു കുറച്ചൊരു സ്റ്റേബിൾ സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണേ. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു സ്റ്റാഗ്നൻറ്റ് എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ചില കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷേ എസ്പെഷ്യലി റിലേഷൻഷിപ്സിൽ ഓക്കെ ഞാൻ കാണുന്നത് ഇത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ അതിനെക്കുറിച്ചാണ് ഈ എനർജി ഉള്ളത്. ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാഗ്നൻസി ഉണ്ട്, ഒന്നും മുമ്പോട്ട് പോകണില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് വെച്ചാൽ ഏപ്രിൽ മെയ് ജൂൺ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് അവിടെ കാണാൻ, എന്തെങ്കിലും ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് ആ സമയത്താണ് കാണാൻ പറ്റുക. അത് മാത്രമല്ല ഇവിടെ 2 ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ ഉണ്ട്. പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞ മാതിരി ഏപ്രിൽ മെയ് ജൂൺ കുറച്ചുകൂടിയും ഒരു സ്റ്റേബിൾ സമയമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. ഇത് ബിസിനസ് പാർട്ട്ണർഷിപ്പും ആവാം. അപ്പോൾ ബിസിനസ്സിലും പാർട്ട്ണറുടെ കൂടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ ഏപ്രിൽ മെയ് ജൂൺ ആണ് ഒരു സ്റ്റേബിളായ സമയം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഞാൻ കാണുന്നത് ഇവിടെ 5 ഓഫ് കപ്സ് ആണ്. 5 ഓഫ് കപ്സ് ഒരു റിഗ്രറ്റിൻ്റെ എനർജിയാണ്. ഇടയ്ക്ക് പാസ്റ്റിലേക്ക് നോക്കണ എനർജിയാണ്. പാസ്റ്റിൽ എന്തോ ഉണ്ടായി അതിനെക്കുറിച്ച് നിങ്ങൾ കുറേ റിഗ്രറ്റ് ചെയ്യണു. എന്തോ ഒരു സിറ്റുവേഷൻ ശരിയായില്ല, വർക്കൗട്ട് ചെയ്തില്ല, അതിനെക്കുറിച്ച് കുറേ വിഷമമുണ്ട് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളിങ്ങനെ ഈ പാസ്റ്റിൻ്റെ ആ കാര്യത്തിനെ ഓർത്തിട്ടാണ് വിഷമിക്കണത്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് ഇവിടെ മുമ്പോട്ട് പോകാനാണ് പറയണത്. എന്താ വെച്ചാൽ എത്രയും നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കണു അത്രയും നിങ്ങളുടെ എനർജി സ്റ്റാഗ്നൻ്റ് ആവും. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്ത കാര്യമില്ല. എന്താ വെച്ചാൽ പാസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഞാൻ കുറച്ചൊരു ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജി കാണുന്നുണ്ട്. ആ 3 മാസം ഫിനാൻഷ്യലിയും കുറച്ച് ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട ആവശ്യം വരും. ഓക്കെ, പക്ഷേ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു പോസിറ്റീവ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും അത് ഫിനാൻഷ്യലി ഞാൻ അത്ര സ്റ്റേബിൾ അല്ല, എൻ്റെ അടുത്ത് അത്ര പൈസ ഇല്ല, ഞാൻ ചെയ്യണ മാതിരി എനിക്ക് അത്ര സാലറി ഇല്ല. അപ്പോൾ അങ്ങനത്തെ ചില നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് സമയം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒക്ടോബർ നവംബർ ഡിസംബർ ലാസ്റ്റ് 3 മന്ത്സിൽ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയിലാണ് നിങ്ങൾ. കിങ് ഓഫ് സോഡ്സ് ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. അപ്പോൾ ഫൈനലി നിങ്ങൾ ഇമോഷൻസിനൊക്കെ സൈഡിൽ വെച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ തരത്തിലാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നത്. കുറേ കോൺഫ്ലിക്റ്റും ഉണ്ട്, കുറേ കോമ്പറ്റീഷൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി കരിയറിൽ ഇല്ല പഠിപ്പിൻ്റെ കാര്യത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് എനർജി ഞാൻ കാണുന്നുണ്ട്. എംപ്രസ് എനർജി ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഡോക്ടർ വിസിറ്റ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു വുമൻ ആണ് വെച്ചാൽ, ഒരു ഫീമെയിൽ ആണ് വെച്ചാൽ, നിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞ ഒരു വുമൻ എനർജി ഇവിടെ കാണാണ്ട്. അതുമാത്രമല്ല ഇവിടെ ഒരു പ്രഗ്നൻസിയുടെ എനർജിയും കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പ്രഗ്നൻ്റ് ആവാൻ നോക്കുന്നുണ്ട് വെച്ചാൽ ആ 3 മാസം നല്ല സമയമാണ്. ഇൻഫാക്ട് ഡോക്ടറുടെ കൂടെയൊക്കെ കുറേ കൺസൾട്ടേഷൻസ് ഞാൻ കാണുന്നുണ്ട് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട്. ഇല്ല വെച്ചാൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ഈ എനർജി. അപ്പോൾ അത് ഞാനിവിടെ കാണുന്നുണ്ട്. പക്ഷേ കുറേ ഗ്രോത്ത് ഉണ്ട്, കുറേ നല്ല സമയമാണ് അടുത്ത പറഞ്ഞ ലാസ്റ്റ് 3 മന്ത്സ്. ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട്, കുട്ടികളുടെ എനർജി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി മദർലി എനർജി, കുറേ നർച്ചറിങ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 3 മന്ത്സിൽ ഒരു പുതിയ തുടക്കമുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞ മാതിരി ഗ്രോത്ത്, ഫെർട്ടിലിറ്റി, പ്രഗ്നൻസി അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ചാലഞ്ച് എന്താണ്? 2026 ചാലഞ്ച് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് വേണം ചിന്തിക്കാൻ. എസ്പെഷ്യലി മാരേജിൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ, ചില ട്രഡീഷൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചില
ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഇഷ്യൂ ഉണ്ട് വെച്ചാൽ അത് കുറച്ച് ഒരു സ്ട്രെസ്ഫുൾ സമയമായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026 ചില മൂമെൻറ്റ്സ് ഉണ്ട്, ചില മാസങ്ങൾ സ്ട്രെസ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മോസ്റ്റ്ലി നിങ്ങളുടെ മാരേജിൻ്റെ കുറിച്ചായിരിക്കും, അതല്ല വെച്ചാൽ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് ആവാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് എന്താണ്? അഡ്വൈസ് നിങ്ങൾക്ക് ഡെത്താണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് എന്തോ ഒരു എൻഡിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്, ഇല്ല വെച്ചാൽ 2026 എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതിനെ ആക്സെപ്റ്റ് ചെയ്യാനാണ് പറയണത്. ഓക്കെ, മുമ്പത്തെ മാതിരി ആയിരിക്കില്ല ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ. അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മെൻറ്റൽ സ്ട്രെസ് ആങ്സൈറ്റിയൊക്കെ കുറയും. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് കുറേ സ്ട്രെസ്സാണ്, ശരിക്കും ഉറക്കമില്ലാത്ത എനർജി, അപ്പോൾ സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എത്രയും നിങ്ങൾ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യണോ അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതായിരിക്കും. എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്റ്റാഗ്നൻസി പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇമോഷണലി നിങ്ങൾ കുറേ ലോ ആയി ഫീൽ ചെയ്യണു, കുറേ ആങ്സൈറ്റി, ഡിപ്രഷൻ്റെ എനർജി ഇവിടെ ഉണ്ട്. എത്രയും നിങ്ങൾക്ക് ക്ലാരിറ്റി വരണു അത്രയും നല്ലതായിരിക്കും. ആൻഡ് ആ ക്ലാരിറ്റി വരണത് എന്താ വെച്ചാൽ ഈ ആക്സെപ്റ്റൻസ് വരുമ്പോഴാണ്. ഓക്കെ, ഈ കാര്യം വർക്കൗട്ട് ചെയ്തില്ല, ഇപ്പോൾ എനിക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള സമയമായി. അങ്ങനത്തെ ഒരു ആക്സെപ്റ്റൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ക്ലാരിറ്റി വരും, പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലുണ്ടാവും. നിങ്ങൾക്ക് ആ തുടക്കം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ അതാണ് അഡ്വൈസ് ഉള്ളത്. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 of Wands ആണ്. അപ്പോൾ ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് കുറേ പോപ്പുലാരിറ്റി ഉണ്ട്, കുറേ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുഭാഗത്തിൽ, കുറേ ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണ എനർജി ഉണ്ട്, കുറേ റിവാർഡ്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ അവിടെ വൈറൽ ആവാനുള്ള ചാൻസും ഉണ്ട്. 2 of Swords ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് വേറെ ഒരു കാര്യത്തിൽ ഞാൻ കാണുന്നത് കുറേ ആൾക്കാർ നിങ്ങളുടെ എനർജിയിലുണ്ട്, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഇവിടെ വരണു. എന്താ വെച്ചാൽ ഒരു പുതിയ തുടക്കം ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ 2026 ആൻഡ് ഇതൊരു സ്റ്റേബിൾ എനർജിയാണ്. പക്ഷേ ആ പുതിയ തുടക്കത്തിലേക്ക് പോവണ്ടേ, എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ? അപ്പോൾ കുറേ കൺഫ്യൂസ്ഡ് എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാം എന്താ പറയുക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. എനർജി ഓവറോൾ ഞാൻ കാണുമ്പോൾ ഒരു ഇംബാലൻസ്ഡ് എനർജി ഉണ്ട്, പക്ഷെ നിങ്ങൾ അതൊക്കെ ബാലൻസ് ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എല്ലാം കൂടിയും ബാലൻസ് ചെയ്തിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കണത് 2026. ഒരു ബിട്രിയൽഡ് എനർജിയും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു എൻഡിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷേ അതല്ലാണ്ട് കുറേ റൊമാൻറ്റിക് മൊമെൻറ്റ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾക്കിപ്പോൾ നോക്കാം നിങ്ങളുടെ ഏതാണ് മാസം ഏറ്റവും പോസിറ്റീവ് മന്ത് നിങ്ങൾക്ക് വേണ്ടി. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മന്ത് നിങ്ങൾക്ക് ജാനുവരി ആയിരിക്കും. ആൻഡ് ചാലഞ്ചിങ് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂണാണ്. ഓക്കെ, അപ്പോൾ ക്യാൻസർ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. 2026 ഇയർലി റീഡിങ്സ് ഞാൻ ജാനുവരി വരെ ചെയ്യുന്നുണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ബുക്കിംഗ് പേഴ്സണൽ റീഡിംഗ് 2026 എന്താ ഉണ്ടാവുക നിങ്ങളുടെ ലൈഫിൽ പേഴ്സണലി, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും ബാധിക്കില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ മാത്രമായിട്ട് എന്താ ഉണ്ടാവാൻ പോകണമെന്ന് അറിയണം വെച്ചാൽ ബുക്ക് ചെയ്യുക, പേഴ്സണൽ റീഡിങ്സ് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പറഞ്ഞ മാതിരി പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ലൈക്ക് ചെയ്യുക, ഈ വീഡിയോനെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.